എവിടെ ഒന്നും കാണില്ല. എന്താ പറയണ്ടേ? ഒന്നും പറയാല്ലേ? നമുക്ക് അരി കഴുകി വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തേക്ക് ദോശയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ മലബാറുകാരുടെ എന്നല്ല, മലപ്പുറത്തുകാരുടെ വീടുകളിൽ എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവുന്ന ഒരു കടിയാണ് ദോശ. നമ്മൾ കലക്കിയ ദോശ എന്ന് പറയും കേട്ടോ. നീർദോശ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ദോശ കഴിച്ചാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറ് ഒരു സ്പെഷ്യൽ നെയ്ച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിത് ഉണ്ടാക്കാൻ പോണത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ. പച്ചരി വെച്ചിട്ട് ആരെങ്കിലും നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ല പച്ചരി എടുക്കണം കേട്ടോ. നല്ല പച്ചരി എടുത്താലേ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആകെ കുഴഞ്ഞ് ഫ്ലോപ്പ് ആവും കേട്ടോ. അപ്പം ഞാൻ പച്ചരി കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. കറി അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി. അപ്പോൾ പിന്നെ അതിനുള്ള ഉള്ളിയൊക്കെ വെട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ നെയ്യ് ഒഴിച്ച് സ്പൈസസൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയിട്ട് വഴറ്റി റൈസ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേട്ടോ, ഒരൊറ്റ വിസിൽ വന്നാൽ മതി. അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറക്കുക. പെട്ടെന്ന് തന്നെ പ്രഷർ പോയാൽ തുറക്കണം കേട്ടോ. ഉള്ളി ആകുമ്പോഴേക്ക് നമുക്ക് അരി കഴുകി വരാം. പെട്ടെന്ന് തുറന്നിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ആകെ വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആകെ ഫ്ലോപ്പാവും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചരിച്ചോറ്, അതല്ല നെയ്ച്ചോറ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടോ കിച്ചണ്. കാരണം പിന്നെ ഞാൻ അവിടെ പോയി എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടാട്ടോ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. എന്താ പറയണ്ടേ? നിങ്ങൾ എവിടെ പോയത്? കുടിയിരിക്കലിന്. എന്നിട്ട് കുടിയിരിക്കലിന് പോയി ചോറിന് പോയാണ്ട് പോന്നു. ആയിക്കോട്ടെ. ചോറിനാ? ഇല്ല, ചോറിനുണ്ടായിരുന്നില്ലേ? ചോറുണ്ടാവും. പിന്നെ ഞാൻ ചോറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പരിപാടി ഉണ്ടായ കാരണം അമ്മ ഉണ്ടായിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇതുണ്ടല്ലോ, എന്തുണ്ടല്ലോ? ഈ സാധനം പ്ലേറ്റല്ലോ. എവിടെ? എവിടെയാണ്? ഇവിടെ. ചോറിനെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഉമ്മർത്ത് പോയിരുന്നു കേട്ടോ. അവിടെ അമ്മയും ബക്കറും വർത്താനം പറയണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ പോയിരുന്നു. അമ്മ നെഗക്ക് മുറിക്കായിരുന്നു. പിന്നെ ഞാൻ അമ്മയുടെ തലയിൽ പേൻ നോക്കി കേട്ടോ. ഒക്കെ ചത്ത കീറിയായിരുന്നു, പേനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങിയാലോ വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. പക്ഷെ ഉറക്കം വരുന്നില്ല കേട്ടോ. കുറേ നേരം പിന്നെ ഫോണിലൊക്കെ നോക്കിയിരുന്നിട്ടും ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ പിന്നെ രാവിലെ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ വിചാരിച്ചു ഉണ്ടാക്കാൻ പോവാന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. എന്തൊക്കെ ട്രെൻഡ്? എന്ത് കാണും നോക്കിക്കണേ. എന്തെങ്കിലും ഒരു ട്രിപ്പിനുണ്ടായിരുന്നല്ലോ. നിങ്ങളിവിടെ നിൽക്കി, മാവ് ലൂസാവാൻ പാടില്ലല്ലോ. നല്ല ലൂസാണോ? പക്ഷെ ഫോണിൽ നമുക്ക് അളവ് അറിയാം. നിങ്ങളെല്ലാം ഇട്ടതായിരിക്കും. അമ്മ ഞാൻ ഈ ടീഷർട്ട് ഇട്ടിട്ട് അതിന് പറയാം കേട്ടോ, തളപളാച്ചിയാണെന്ന്. ഞാൻ പറഞ്ഞു ഇതാണ് ട്രെൻഡ് എന്നൊക്കെ കേട്ടോ. എനിക്കിത് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കംഫർട്ടാണ് കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ. അമ്മയ്ക്കാണെങ്കിൽ ഞാൻ ഇതിടുന്നത് തീരെ ഇഷ്ടമല്ല. അതാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിട്ടിട്ടാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. കിടക്കാൻ സ്ഥലമില്ല പാവത്തിന്. ഒന്നും പറയാല്ലേ? ഓക്കെ, തുറന്ന് നോക്കാം. ഓ, റെഡി ആയിക്കണല്ലേ?
ചൂടത്. അപ്പോൾ നമ്മുടെ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചോറ് ചേർക്കണമായിരുന്നു. ചോറ് ചേർത്താൽ ഒന്നുകൂടി സോഫ്റ്റ് ആവും. ചോറ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ പിന്നെ ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചോറൊക്കെ ചേർക്കുക. ഇത് സോഫ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് ഇരുന്നപ്പോൾ ഒന്ന് കട്ടിയായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചോറ് ചേർക്കുക. പിന്നെ നമ്മൾ അപ്പസോഡ ചേർക്കണം കുറച്ച്, അതും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ഒരു പപ്പടം എടുത്തിട്ട് അത് പച്ചരീൻ്റെ കൂടെ അരക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അമ്മ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ, അപ്പോൾ വെറുതെ ഒരു സൺഡേ, പ്രത്യേകിച്ച് പരിപാടികളും കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.